സാർ, കുറച്ച് ദിവസം മുന്നേ ഒരു മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകരെയും ഫ്രണ്ട്സിനെയും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിച്ചു. ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖ റാപ്പറായ വേടനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇത് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഒരു ആത്മാർത്ഥമായ ലഹരിക്കെതിരെയുള്ള വേട്ടയാണോ? ഷിബിലി, ഇത് ഗവൺമെൻറ്റിൻ്റെ ലഹരിക്കെതിരെയുള്ള ആത്മാർത്ഥമായ നടപടിയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തേക്കണ കഞ്ചാവ് എത്ര ഗ്രാമാണെന്നറിയുമോ? അതായത് ഖാലിദ് റഹ്മാൻ്റെയും സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള കഞ്ചാവ് ഖാലിദ് റഹ്മാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതെന്ന് പറയുന്നത് 1.63 ഗ്രാമാണ്. 1.63 ഗ്രാം. അതുകൊണ്ട് തന്നെ അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. പക്ഷെ ഒരു ദിവസം മുഴുവൻ നീണ്ട ലൈവിന് കൃത്യമായിട്ട് ചാനലുകൾക്കൊരു അവസരം കിട്ടി. അതുകൊണ്ട് ചാനലുകളുമൊക്കെ അരിമേടിച്ചു പോകും. ഗവൺമെൻറ്റിൽ വലിയൊരു സഹായം കിട്ടി. കാരണം വീണ വിജയൻ്റെ കേസോ അല്ലെങ്കിൽ KM എബ്രഹാമിൻ്റെ അഴിമതികളോ, വീണ തൈക്കട്ടിയിലെ കുറ്റപത്രം കൊടുത്തതോ, KM എബ്രഹാമിനെ ഗവൺമെൻറ് തന്നെ സംരക്ഷിക്കുന്നതോ ഒന്നും തന്നെ പുറത്തേക്ക് വന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഈ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ജാതീയമായ അല്ലെങ്കിൽ മതപരമായ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാവുകയും ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ചർച്ചയാക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു PR മെക്കാനിസം എന്നുള്ള നിലക്കാണ് ഇതിനെ കണ്ടിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ നിർത്തലാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് കഴിഞ്ഞ തവണ ഈ പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ സമുദ്രാതിർത്തികളിൽ വന്നിട്ടുള്ള 15,000 കോടി രൂപയിലധികം വരുന്ന മയക്കുമരുന്നുകൾ എത്തിയെന്ന് പറയുന്ന വാർത്തയുണ്ടായിരുന്നു. എവിടെ പോയി അതിൻ്റെ ആളുകൾ? എവിടെയാണ് അതിൻ്റെ ഉറവിടം കണ്ടെത്തിയത്? ഇപ്പോൾ ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കഞ്ചാവ് നിയന്ത്രിക്കണമെങ്കിൽ അത് ആന്ധ്രാപ്രദേശിൽ നിന്നും ഒറീസയിൽ നിന്നുമാണ് വരുന്നത്. അവിടെ പോയി നമ്മൾ ആരെങ്കിലും ഈ കഞ്ചാവ് വിൽപ്പനക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് പോട്ടെ, ഇവിടെ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ തായ്ലൻഡിൽ നിന്നാണ് വരുന്നത്. ഈ ഹൈഡ്രോപോണിക് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെ ഏതാണ്ട് 3 മാസം കൊണ്ട് വിളയിച്ചെടുക്കുന്ന ഒരു AC റൂമിനകത്ത് നിർമ്മിക്കുന്ന ഒരു കഞ്ചാവാണ് ഈ പറയുന്ന പോലെ നമ്മുടെ നേരത്തെ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്. അത് 20 ഇരട്ടി മാരകമായിട്ടുള്ള ലഹരിയാണ്. ആ ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലൻഡിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ കേരളം യഥാർത്ഥത്തിൽ തായ്ലൻഡിൽ നിന്ന് കേരളത്തിൽ വരുന്നു, കേരളത്തിൽ നിന്ന് UAE-യിലേക്കടക്കം കയറ്റുമതി ചെയ്യുന്നൊരു ഹബ്ബായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യം 2 കാര്യങ്ങളല്ലേ ഇത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇത് നിർത്താൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യാൻ പറ്റും. ഐദർ യു കട്ട് ദ ഡിമാൻഡ്, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിമാൻഡ് കട്ട് ചെയ്യണം, ആളുകൾക്ക് ആവശ്യമില്ലാതാക്കണം. കേരളത്തിൽ അത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തണം, അതിനുള്ള നടപടികൾ നടത്തണം. അത് എളുപ്പമൊന്നും സാധിക്കാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്? ഇതിൻ്റെ ഉറവിടം നിർത്തലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഉറവിടം നിർത്തലാക്കാനുള്ള ഒരു പണിയുമില്ലാതെ 2 ഗ്രാമിൽ താഴെ മാത്രം കഞ്ചാവ് വെക്കുന്ന, ഇപ്പോൾ വേടനെ പിടിച്ചു കഴിഞ്ഞ ദിവസം. 2 ഗ്രാമിൽ താഴെ കഞ്ചാവ് വെച്ചിട്ടുള്ള ഖാലിദ് റഹ്മാനെ പിടിക്കേണ്ടതാണ് കേട്ടോ. എനിക്ക് അവരോടൊന്നും യാതൊരു വിധത്തിലുള്ള എതിർപ്പില്ല. പക്ഷെ അത് മാത്രം പോരാ എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അടുത്തത് വേടനെ പിടിച്ചു. വേടനെ പിടിക്കുമ്പോൾ എന്താ, 9 പേരുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് വേടനെ അടക്കം മറ്റു സുഹൃത്തുക്കളെ അടക്കം പിടിക്കുന്നു. അവിടെ നിന്ന് 9 ലക്ഷം രൂപ കണ്ടെത്തുന്നു. അവിടെ നിന്ന് ഏതാണ്ട് 6 ഗ്രാമോളം വരുന്ന കഞ്ചാവ് കണ്ടെത്തുന്നു. ഈ 6 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി വേടനെയും പിടികൂടേണ്ടതാണ്. വേടനോ അല്ലെങ്കിൽ നശിച്ചു പോയനെ. കാരണം വേടൻ 3 കൊല്ലമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേടനെ തീർച്ചയായിട്ടും നിരപരാധിയാണ്, ഒന്നും അറിയാത്ത ഒരാളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. 30 വയസ്സുള്ള വേടൻ, അമ്മ ശ്രീലങ്ക വംശജയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അതൊക്കെ തന്നെ തീർച്ചയായിട്ടും അത്തരത്തിൽ വേറൊരു സുഹിത്ത് എന്ന് പറയുന്ന ശ്രീലങ്കൻ വംശജനായിട്ടുള്ള ഒരാൾ ഗിഫ്റ്റായി കൊടുത്തതാണ് മറ്റേ പുലിപ്പല്ല് എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇപ്പം നടക്കുന്ന ഈ പറയുന്ന അറസ്റ്റ് പ്രഹസനങ്ങൾക്കും വലിയ തോതിലുള്ള വിഷ്വൽ മീഡിയ കവറേജിനുമൊക്കെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ PR വർക്കിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഷിബിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുലിപ്പല്ല് ഇവൻ്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവൻ്റെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ചോദിക്കാൻ പോവാണ്. എന്തിന്? ഈ പറയുന്ന അന്വേഷണത്തോട് വളരെ സഹകരിക്കുന്ന ഇവനെ കസ്റ്റഡിയിൽ ചോദിച്ചിട്ട് ഇവന് നേരെ കൃത്യമായിട്ട് ഇപ്പോൾ അന്വേഷണം നടത്താൻ പോവാണ്. ഞാൻ തിരിച്ച് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, മോഹൻലാലിൻ്റെ വീട്ടിൽ നാനക്കൊമ്പെട്ടി കണ്ടെത്തിയപ്പോൾ ഇതുണ്ടായില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നായരായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ നാനക്കൊമ്പെത്തിയപ്പോൾ ഇത് ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഞാൻ വേറെ ന്യായീകരിക്കുകയാണെന്ന് പറയരുത്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. വേടനെയും പിടികൂടണം, മോഹൻലാലിനെയും പിടികൂടേണ്ടതാണ്. പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് ഗവൺമെൻറ് വളരെ കൃത്യമായി അവർക്ക് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് സെലിബ്രിറ്റികളെ കണ്ടെത്തുകയും അവർക്ക് ശല്യമുണ്ടാക്കുന്ന ആളുകളെയൊക്കെ കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ കയ്യിൽ തെറ്റുണ്ട്. ആ തെറ്റുള്ളത് കൊണ്ടും ലൂപ്പ് ഹോളുകൾ ഉള്ളത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്.
പക്ഷെ അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതുമാത്രം വലിയ വിഷയമാക്കി ഉയർത്തി കാണിക്കുന്നതിനോടുമൊക്കെ എനിക്ക് വലിയ എതിർപ്പുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഇന്നലെ കൊടുത്തിട്ടുള്ള ഒരു വലിയ ഈ പറയുന്ന പോലെ ടിക്കറിൽ അവർ അടിച്ചു കൊടുത്തേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് തുല്യ കുപ്പായം എന്നാണ്. എന്ന് പറഞ്ഞാൽ വേടൻ്റെ വിയർപ്പ് തുന്നിയ കുപ്പായം എന്ന് പറയുന്ന ഒരു കവിതയ്ക്കെതിരെ കൃത്യമായിട്ട് കഞ്ചാവ് തുന്നിയ കുപ്പായം എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രെഡിറ്റ് ചെയ്യാണ്. ഈ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം വേടൻ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും കാലം നിലനിന്നിരുന്ന വർണ്ണ വിവേചനത്തെയും ജാതിമത വ്യത്യാസങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അതിരൂക്ഷമായി പ്രതികരിക്കുകയും ആ പ്രതികരണത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു സാധാരണക്കാരായ കുട്ടികളടക്കം അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ചെയ്യുന്നു എന്നുള്ള ഗവൺമെൻറ്റുകളുടെ പേടി കൊണ്ട് കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ വേടൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം വേടൻ മറ്റേ സ്റ്റേജിൽ നിന്നിട്ട് ലഹരിയൊന്നും ഉപയോഗിക്കരുത് മക്കളെ എന്ന് പറയുകയും അതേസമയം തന്നെ സൈഡിൽ വന്നിട്ട് ഇപ്പുറത്ത് വന്ന് കഞ്ചാവ് മേടിച്ച് വലിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഈ വേടനെ പോലെയുള്ള ആളുകൾ ഇവിടെ നിലനിൽക്കേണ്ടതാണ്, തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഏതെങ്കിലും സൈഡ് പിടിച്ച് ഇതിനെ എതിർക്കാനോ ന്യായീകരിക്കാനോ ഞാനില്ല. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. സാറപ്പോൾ പറഞ്ഞു വരുന്നത് വേടനും ഖാലിദ് റഹ്മാനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണെന്നാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾക്ക് പലതരത്തിലുള്ള തന്ത്രങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 1971 റിച്ചാർഡ് നിക്സൺ US പ്രസിഡൻ്റായപ്പോൾ വാർ ഓൺ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗംഭീരമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തി. അന്ന് അതിന് വലിയ കയ്യടിയൊക്കെ കിട്ടി. പക്ഷെ അങ്ങനെ കയ്യടി കിട്ടിയതിന് ശേഷം എൻറിച്ച് മാൻ എന്ന് പറയുന്ന ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പം US തന്നെ അവരുടെ പ്രസിഡൻ്റ് പാലസിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻറിച്ച് മാൻ ഏറ്റവും ഒടുവിൽ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം നിങ്ങളെല്ലാവരും കേൾക്കേണ്ടതാണ്. വിയറ്റ്നാം യുദ്ധത്തെ വിമർശിക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ ആഫ്രോ ഏഷ്യൻ വംശജരെയും ഒക്കെ നോട്ടമിട്ടുകൊണ്ട് അവരുടെ ഇടയിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടാവും. ആ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം തന്നെ അടിച്ചമർത്താൻ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു വംശീയ വേട്ടയായിരുന്നു ഈ പറയുന്ന പോലെ റിച്ചാർഡ് നിക്സൻ്റെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അപ്പുറത്ത് തെറ്റുണ്ട്. പക്ഷെ അതിൽ അവർക്കിഷ്ടമുള്ളത് മാത്രം ആ തെറ്റുള്ള ആളുകളെ മാത്രം കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഈ പറയുന്ന കലാകാരന്മാരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകൾ പല പ്രശസ്തിയും അതുപോലെ പണവും ഒക്കെ വരുമ്പോൾ ഇത്തരം തെറ്റുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവരെ സെലക്ട് ചെയ്ത് പിടിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും അവർ ഭരണകൂടത്തിനുണ്ടാക്കുന്ന തലവേദനകൾ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഞാനിനി വളരെ കൃത്യമായിട്ട് താങ്കളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരുടെ അടുത്ത് ചോദിക്കട്ടെ. ഈ ഷൈൻ ടോം ചാക്കോയും അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിയും ഈ പറയുന്ന മറ്റേ സുൽത്താന എന്ന് പറഞ്ഞ പെൺകുട്ടിയും അതല്ലെങ്കിൽ സൗമ്യ എന്ന് പറയുന്നൊരു മോഡലും നേരെ തിരിച്ച് അടുത്തതിലേക്ക് വന്നാൽ ഈ ഖാലിദ് റഹ്മാനും മാത്രമാണോ ഇത് ഉപയോഗിക്കുന്നത്? ഗവൺമെൻറ്റിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ? ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഏറ്റവും കൃത്യമായി ഇവിടെ ടിനി ടോം ഒരു വാചകം പറഞ്ഞല്ലോ, പല്ല് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നടൻ എന്ന് പറഞ്ഞു. ഇവിടുത്തെ എക്സൈസ് അത് അന്വേഷിച്ചിട്ടുണ്ടോ ആരാണെന്ന്? ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നന്നായി അഭിനയിക്കുമെന്ന് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു യങ് സൂപ്പർ സ്റ്റാറാണ്. ഒരു സിനിമയ്ക്ക് 4 കോടി 5 കോടി മേടിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ ഈ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ടാണ് അവരെ പിടിക്കാത്തത്? ഞാൻ പറയുന്നത് ഇവരെ പിടിച്ചോ കുഴപ്പമില്ല, പക്ഷെ അവരെയും കൂടി പിടിക്കണം എന്നാണ്. നിങ്ങൾ മോഹൻലാലിനെ പിടിക്കണ്ടേ? ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. കേരളത്തിൻ്റെ DGP ആയിരുന്ന സെൻകുമാർ നമ്മളോട് പറഞ്ഞൊരു വാചകമുണ്ട്. അതെന്താണെന്ന് കേൾക്കണ്ടേ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവൻ മണിക്കെതിരെ വനപാലകർ ഒരു കേസെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് കലാഭവൻ മണി ആയതുകൊണ്ടാണ്, അതേസമയം കേരളത്തിലെ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകളായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കേസ് വരില്ലായിരുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ ഒരു സോഫ്റ്റ് ടാർഗറ്റുകളാണ്. ആ ടാർഗറ്റുകളെ കൃത്യമായി പിടിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു PR എക്സസൈസ് കൂടി നടപ്പിലാക്കുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. വിജയ് ബാബു ഒരു പീഡന കേസിൽപ്പെട്ട് ഇവിടുന്ന് പോയപ്പോൾ ടാറ്റ കൊടുത്ത് വിട്ടതാണല്ലോ കേരള പോലീസുകാർ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന വേടനെ പിടികൂടുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലുള്ള കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെയല്ല എന്നുള്ളതാണ്. വെരികിനെ വെടിവെച്ച് കൊന്നവനെ പിടിച്ചു നിർത്തി വനപാലകർ അവനെ നടുക്ക് നിർത്തി ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്നത് ഞാൻ കേരള കൗമുദി പത്രത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. മദ്യം 1-ാം തീയതി കിട്ടാത്ത മദ്യം മേടിച്ച ഒരു സ്ത്രീ 10 കുപ്പി മദ്യം മേടിച്ച് മറച്ചു വിട്ടതിനെ പേടിച്ചിട്ട് അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതേ നമ്മൾ തന്നെ ഒരു TMT സ്റ്റീൽ കമ്പനിയുടെ, ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു കൈരളി TMT സ്റ്റീൽ കമ്പനിയുടെ ഡയറക്ടർ GST തട്ടിപ്പിന് 103 കോടി രൂപ പറ്റിച്ച് അകത്തായപ്പോൾ നമ്മൾ വാർത്ത കൊടുത്തില്ല. ഇനി ജോയ് ആലുക്കാസിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ല? വാർത്ത കൊടുത്തില്ല.
അപ്പോൾ ഇത്തരത്തിൽ ഈ മാധ്യമങ്ങളുടെയും ഒക്കെ ഈ പറയുന്ന പണികളുണ്ട് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത്, അതായത് ചില തുരപ്പൻ പണികൾ ഗവൺമെൻറ്റിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നുകൂടാ എന്ന് മാത്രമേ ഞാൻ എന്ത് ചെയ്തുള്ളൂ, ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഞാൻ വേടൻ്റെ ഒപ്പമല്ല. ഇത്തരത്തിൽ ഈ പറയുന്ന പുറത്തു വന്നൊരു വർത്തമാനം പറയുകയും അകത്ത് വേറെ വർത്തമാനം പറയുകയും ചെയ്യുന്നതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ തെറ്റുകൾ അവരുടെ കയ്യിലേക്ക് ആയുധം വെച്ചു കൊടുക്കുകയാണ് ഈ ആളുകൾ ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സാറ് പറയുകയുണ്ടായി ഇവരുടെ അറസ്റ്റിന് പിന്നിലൊക്കെ ഒരു PR അജണ്ടകളുണ്ടെന്ന്. ശരിക്കും ഒരു PR അജണ്ട മാത്രമാണ് ഈ അറസ്റ്റിന് പിന്നിലുള്ളത്? അല്ല ഷിബിലി, PR അജണ്ട മാത്രമല്ല. കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ, അതായത് 2016 കേരള ഇലക്ഷനിൽ ഏതാണ്ട് 95ഓളം മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളത് ഡെക്കാൻ ഹെറാൾഡിൻ്റെ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനുശേഷം 2021 അത് എത്രയായിരിക്കും നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലെ സ്വാധീനം വർദ്ധിച്ചു വരുന്നത് പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റുകളെ വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്കൽ ഗവൺമെൻറ്റുകളെല്ലാം തന്നെ അലോസരപ്പെടുത്തുന്ന നിരവധി ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ തന്നെ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബോബ് മാർലി എന്ന് പറയുന്ന ഒരു ജമൈക്കൻ സിംഗറെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അദ്ദേഹം വലിയ തോതിൽ രാഷ്ട്രീയം സ്വന്തം പാട്ടുകളിൽ കലർത്തി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അതിന് ജനങ്ങളുടെ ഇടയ്ക്കുണ്ടാകുന്ന ഒരു ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസ് വലിയ തോതിൽ ഗവൺമെൻറ്റുകളെ എന്ത് ചെയ്തിരുന്നു, വലിയ തോതിൽ അലോസരപ്പെടുത്തിയിരുന്നു. ഇനി നമുക്ക് വേടൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, വേടൻ കഴിഞ്ഞ ദിവസം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടത്തി. ആ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 6000 2500 പേർക്ക് ഇരിക്കാനും ഒരു 6000 7000 പേർക്ക് നിൽക്കാനും കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. സീറ്റൊന്നും എണ്ണിയിട്ടില്ലെന്ന് മാത്രം. പക്ഷേ അവിടെ ഏതാണ്ട് 20,000-ലധികം 30,000-ലധികം ആളുകളാണ് വന്നത്. അതുകൊണ്ട് അതിൻ്റെ മേൽക്കൂര തകർന്ന് വീഴുക പോലും ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഇൻഫ്ലുവൻസ് എന്തുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഇവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. യൂട്യൂബിൽ അതിൽ വാ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സോങ് ഉണ്ട്, ഈ പറയുന്ന വേർഡിൻ്റെ. ആ പറയുന്ന വേർഡിൽ അതിൽ എഴുതിയിട്ടുള്ള വാക്കുകൾ എന്താണെന്നറിയാമോ? തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാം, വീണാൽ എരിതീയായി വീണിടാം, അടങ്ങിയാൽ കാട്ടുതീയായിടാം, മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കുകൾ എടുത്ത് തോക്കുകൾ അരിഞ്ഞിടാം എന്നാണ്. എവിടെ വർണ്ണവാദം ഉയരുന്നോ അവിടെയെല്ലാം സ്വരങ്ങൾ ഉയരണമെന്നാണ്. നിങ്ങൾ അവിടെ വിപ്ലവങ്ങളാകണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ വലിയ തോതിൽ ഈ പറയുന്ന ഭരിക്കുന്നവർക്കെല്ലാം തന്നെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന വാക്കുകളാണ്. കാരണം ഇന്ത്യയിലെ 60-70% വരുന്ന OBC കാറ്റഗറിയുള്ള ആളുകളെയൊക്കെ തന്നെ അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഭരണത്തിലെ പങ്കാളിത്തം അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ലെവലിലും പൊളിറ്റിക്കലായിട്ടുമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് കുറച്ചെങ്കിലും കിട്ടിയത് കേരളത്തിലാണ്, ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ്റിലെ 90 സെക്രട്ടറിമാരെ എടുത്തു വെച്ചാൽ അതിൽ 3 പേര് മാത്രമാണ് OBC എന്നുള്ളത്. ആ OBC ജനവിഭാഗമാണ് ഇവിടെ 56 മുതൽ 70% വരെ പല സ്റ്റേറ്റിലുള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാചകങ്ങൾ അവരെ പൊള്ളിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. ഇനി അടുത്തൊരു വാക്ക് ഞാൻ പറയാം. കണ്ണിൽ കാണാത്ത ജാതിമത വേർപാട് യുഗങ്ങളായി തുടങ്ങി, ഇനിയും എന്നെ വേട്ടയാടാൻ, ഇനി അടങ്ങി നിൽക്കാൻ എനിക്ക് പറ്റില്ല, എൻ്റെ മുതുകിൽ നിൻ്റെ വഞ്ചനയുടെ പാട് എന്നാണ് എന്ത് ചെയ്യുന്നത് വേടൻ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതാരെയാണ് അലോസരപ്പെടുത്താത്തത്? അത് തീർച്ചയായിട്ടും അലോസരപ്പെടുത്തും. ഇനി അടുത്തൊരു വാചകം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേൽ എനിക്കൊരു മൈ ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയ വാക്കുകൾ ഇവിടുത്തെ ചെറുപ്പക്കാരിലേക്ക് കടത്തിവിട്ടാൽ അത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ദോഷം എന്താണെന്ന് ഭരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിയന്ത്രിക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഭരിക്കുന്നത് നമുക്കറിയാം. പിണറായി വിജയൻ OBC എന്നാണ്, നരേന്ദ്രമോദി OBC എന്നാണെന്നൊക്കെ പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഒരു ജാതി സെൻസസ് ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് പലപ്പോഴും SC/STക്കാർക്കും അതുപോലെ തന്നെ OBCക്കാർക്കും ഒക്കെ അർഹതപ്പെട്ട പരിഗണന കിട്ടാത്തതെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നിയന്ത്രണം ഇപ്പോഴും കേവലം 4%, 5% താഴെ വരുന്ന പണ്ടൊക്കെ ഉന്നത കുലജാതർ എന്ന് വിളിക്കുന്ന ആളുകൾക്കാണ് എന്നുള്ളതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജാതിയിലുള്ള ആളുകളുടെ മനോഭാവം പോലും ഇവരോടൊക്കെയുള്ള ഒരു ആരാധനയെ വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്പൂതിരീസ് എന്ന് പറഞ്ഞ പൽപ്പൊടിയുടെ വിറ്റഴിയുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന കറി പൗഡറുകൾ വിറ്റഴിയുന്നത്. അതുകൊണ്ടാണ് പുലയ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളാരും തന്നെ മേടിക്കാത്തത്. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരായി ഈ പറയുന്ന ജാതിയിലുള്ള ആരും തന്നെ മേടിക്കാത്തത് അതുകൊണ്ടാണ്. ഇനി മറ്റൊരു വാചകം കൂടി പറയാം. ഇതിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്ന വാചകങ്ങൾ. കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. മധു കൊല്ലപ്പെട്ടത് നമുക്കറിയാം, ബ്രെഡ് മോഷ്ടിച്ചതിന്. പക്ഷേ കാട് കെട്ടാൽ കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് ചാനൽ കൊടുക്കാത്തത്. അപ്പം ഇത്തരത്തിൽ എന്താണ് ഇനി അടുത്തത്?
കൊടികൾ എത്ര മാറി കോട്ടകൊത്തളങ്ങളിൽ, കൊടികൾ ഒരുപാട് മാറി. അതായത് പല പല രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നു. പക്ഷേ അടിയാൻ കണ്ടതില്ല ഭാവി തൻ്റെ മക്കളിൽ. തൻ്റെ മക്കൾക്കൊരു ഭാവി ഉണ്ടാകുമെന്ന് ഈ പറയുന്ന അടിയാളർ ഒരിക്കലും കരുതിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തൊരു വാചകം കൂടി പറയാം. കൂറ് കട്ടവൻ ഭരിച്ചാൽ ഊര് കട്ടവൻ മുടിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് എന്താണ്? കൂറ് കെട്ടവൻ, അതായത് കൂറില്ലാത്തവൻ ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഊര് കട്ട് അവൻ മുടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും ശക്തമായ വാക്കുകൾക്ക് 15 വയസ്സിനും 35 വയസ്സിനും അടക്കമുള്ള യുവാക്കൾ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും അങ്ങോട്ട് വെറുതെ കേട്ടു നിൽക്കാൻ മാത്രം വിശാലഹൃദയരല്ല അവർ. ഇനി അടുത്തൊരു വാക്ക് ഞാൻ പറയാം. കപട ദേശീയവാദി, നാട്ടിൽ മതജാതിവാദി, ഇത് വാക്കെടുത്താൽ ദേശദ്രോഹിണി എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കപട ദേശവാദം ഉന്നയിക്കുന്ന അവരെല്ലാം തന്നെ മതജാതിവാദിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യം കൂടിയല്ല. 1 കോടി ആളുകൾ കാണുന്നു, 4 കൊല്ലങ്ങൾ കൊണ്ട് 1 കോടി ആളുകൾ കാണുന്നു. അതിൽ 3.1 ലക്ഷം പേർ ലൈക്ക് ചെയ്യുന്നു. അതിൽ 14K 14,000 പേർ ആ പാട്ടിന് കമൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ VN ഹിരൺദാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ ഉണ്ടാക്കുന്ന അലോസരം എത്രയാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. ഇതിപ്പോൾ മാത്രമല്ലെന്നേ, പലപ്പോഴും ഇപ്പോൾ ബോബ് മാർലിയുടെ കേസിൽ ഇതുപോലെ തന്നെ അവർ അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹവുമൊക്കെ ഇതുപോലെ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ അവർ ലഹരിക്ക് അടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പിടികൂടാനൊക്കെ ഭരണകൂടത്തിന് വലിയ താല്പര്യമുണ്ടാകും എന്നുള്ളത് വാസ്തവമാണ്. ഞാനൊരിക്കലും വേടൻ ചെയ്ത ഒരു ആക്ടിനെ അതിനിപ്പോൾ 1 ഗ്രാമായാലും 1.5 ഗ്രാമായാലും ഒന്നും അതിനെ ന്യായീകരിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ത്യയിലെ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലും ഇത് കുറ്റമല്ല. ഇപ്പോൾ അമേരിക്കയിലെ 24ഓളം സ്റ്റേറ്റുകളിൽ ഈ പറയുന്ന അവർക്ക് പിടിക്കാൻ കഴിയാത്തതുകൊണ്ട്, അതായത് മെക്സിക്കോയിൽ നിന്നൊക്കെ കടന്നു വരുന്ന ഇത്തരത്തിൽ കഞ്ചാവ് എന്ന് പറയുന്ന മാരിജുവാന പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരത് ലീഗലൈസ് ചെയ്തേക്കാണ്. ഇനി കാനഡയിൽ അതാണ് ചെയ്തേക്കുന്നത്. കാനഡയിൽ ഇപ്പോൾ വലിയ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റ് പോലെ തുറന്ന് പലതരത്തിലുള്ള കഞ്ചാവുകൾ അവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് 2018 മുതൽ. ഇനി ഉറുഗ്വേയിൽ ഇത് വളരെ 20 കിലോ വരെ കൈവശം വെക്കാം. അമേരിക്കയിലാണെങ്കിൽ നിങ്ങൾക്ക് 4 ചെടികൾ വളർത്താം, 7 ഗ്രാം വരെ കൈവശം വെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനേക്കാൾ വലിയ ലഹരിയായിട്ടുള്ള സിന്തറ്റിക് ലഹരിയെ തടഞ്ഞു നിർത്താൻ ഇത്, അതായത് നാച്ചുറലായിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള കഞ്ചാവ് ഉപയോഗിച്ചാലും കുഴപ്പമില്ലെന്നാണ് വിചാരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ പറയുന്നതെല്ലാം പറയുന്ന ഗവൺമെൻറ് ഇത് നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സംഭവം വരുന്നത് തായ്ലൻഡിൽ നിന്നാണല്ലോ. തായ്ലൻഡിൽ നിന്ന് കൊച്ചിൻ പോർട്ടുകളിലും അതുപോലെ കരിപ്പൂർ പോർട്ടുകളിലുമൊക്കെ ഈ സാധനം വന്നിറങ്ങുന്നുണ്ടെന്നുള്ള പരാതികൾ കിട്ടിയപ്പോൾ അവിടെയുള്ള വരവ് നിർത്തി. പകരം ഇപ്പോൾ ബാംഗ്ലൂരിലും അതുപോലെ തന്നെ ഗോവയിലുമൊക്കെയാണ് വന്നിറങ്ങുന്നത്. അവിടെ നിന്ന് ഈ സാധനം കരമാർഗം ഇങ്ങോട്ട് വരികയാണ്. ഇതിൽ എവിടെയാണ് നമ്മൾ പോയി അത്തരത്തിലുള്ള ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള ആളുകളെ പിടിച്ചിട്ടുള്ളത്? ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്, ഈ പറയുന്ന പോലെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചില രാസലഹരി ഉപയോഗിച്ച് 3 മാസം കൊണ്ട് വളർത്തിയെടുക്കുന്ന അതിതീവ്ര ശേഷിയുള്ള 20 ഇരട്ടി ഒരു വീര്യമുള്ള കഞ്ചാവാണ്. അപ്പോൾ അത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെവിടെയാണ് നമ്മൾ പിടിയിട്ടുള്ളത്? ഇനി സാധാരണ കഞ്ചാവാണെങ്കിൽ അത് ഒറീസയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് വരുന്നത്. നമ്മൾ എപ്പോഴാണ് ഇതിൻ്റെ ഉറവിടം തേടിപ്പോയിട്ടുള്ളത്? ഇനി ഇതെല്ലാം പോട്ടെ, കേരളത്തിൻ്റെ തീരങ്ങളിൽ വെച്ചിട്ട് നമുക്കറിയാമല്ലോ ഒരു വലിയ, ഇന്ത്യയിലെ തന്നെ വലിയ ഞെട്ടിക്കുന്ന ഒരു മയക്കുമരുന്ന് വേട്ടയുണ്ടായല്ലോ. മെറ്റാഫെറ്റമിൻ എന്ന് പറയുന്ന MDMA എന്ന് പറയുന്ന സാധനം പിടിച്ചെടുത്തല്ലോ. ആ MDMA എന്ന് പറയുന്ന സാധനം പിടിച്ചെടുത്തപ്പോൾ 15,000 കോടി രൂപയുടെ MDMA ആണ് പിടിച്ചെടുത്തത്. ഇതെവിടെയാണ് പോയത്? ഇതെവിടെയാണ് നമുക്ക് അന്വേഷിക്കാൻ പറ്റാത്തത്? അപ്പോൾ അതുകൊണ്ട് ഇത് നിർത്തലാക്കണമെങ്കിൽ ഐദർ യു കട്ട് ദ ഡിമാൻഡ് ഓർ യു ജസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലാത്ത ഒരു രാജ്യമാക്കി ആളുകളെ ബോധവൽക്കരിച്ച് നിങ്ങളത് മാറ്റാൻ കഴിയണം. നമ്മളെ കുട്ടികൾക്ക് വേണ്ടി കളിക്കളങ്ങൾ പണിയണം. അവിടെ കളിക്കളങ്ങളിൽ തോൽവിയുടെ സുഗന്ധവും തോൽവിയുടെ ഈ പറഞ്ഞ രുചിയും അവരറിയണം. പലപ്പോഴും 10th പാസ്സാകുന്ന കുട്ടി ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് മരിക്കുന്നൊരു നാടാണ് നമ്മുടേത്. എന്താണ് കാര്യം എന്നറിയോ? നമ്മൾ തോൽക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. അവൻ പുറത്തുപോയി കളിക്കാത്തത് കൊണ്ടാണ്. തോറ്റാൽ വീണ്ടും ജയിക്കാമെന്ന് അവൻ പഠിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ പഠിച്ചു വളർന്ന കുട്ടികളുണ്ടാവണമെങ്കിൽ കളിക്കളങ്ങൾ നിർമ്മിക്കണം. നമ്മൾ അവൻ്റെ പിന്നിൽ വേറെ ലഹരികൾ കൊടുക്കണം. ജയവും ഈ പറഞ്ഞ കളിക്കളങ്ങളുമൊക്കെ അവൻ്റെ സൗഹൃദമൊക്കെ ലഹരിയായി മാറണം. ആളുകളെ സ്നേഹിക്കാൻ കഴിയുന്നത് ലഹരിയായി മാറണം. അതിനേക്കാൾ അപ്പുറമുള്ള ഒരു ലഹരിയും ഒരു ബീഡിത്തെറുപ്പിലും വെച്ചിട്ടില്ല എന്നവനെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയണം. അങ്ങനെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇത് നിൽക്കും. പക്ഷെ തൽക്കാലം നമുക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് 127 കോടി രൂപയുടെ കഴിഞ്ഞ തവണ അവബോധത്തിന് വേണ്ടി ചിലവാക്കിയത്. എന്താണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. അതവിടെ നിൽക്കട്ടെ, അത് കാശടിച്ചു മാറ്റാനുള്ള മറ്റൊരു തന്ത്രം. ഇനി രണ്ടാമതൊരു കാര്യം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? യു ജസ്റ്റ് കട്ട് ദറ്റ് സപ്ലൈ. നിങ്ങൾ സപ്ലൈ കട്ട് ചെയ്യണം. സപ്ലൈ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഗ്രാമും 1.63 ഗ്രാം വരുന്ന കഞ്ചാവ് പിടിച്ചെടുത്താൽ മതിയോ? ഹൈബ്രിഡ് കഞ്ചാവ്
അതിനുവേണ്ടി ഈ പറയുന്ന പോലെ ഇവനെ മാത്രം പിടിച്ചാൽ മതിയോ? എനിക്ക് ഇവരെ പിടിക്കുന്നതിൽ യാതൊരു വിരോധവും ഇല്ല. എനിക്ക് വേടനെ പിടിച്ചോട്ടെ, അതേപോലെ തന്നെ ബാക്കിയുള്ളവരെ പിടിച്ചോട്ടെ. പക്ഷെ ഒരൊറ്റ കാര്യമാണ്, ഇതിൽ സെലക്റ്റീവ് ആകുന്നുണ്ട്. ആ സെലക്റ്റീവ് ആകുന്നത് കൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനി മറ്റൊരു സംശയവും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. അതെന്താണെന്നറിയാമോ? ആ സംശയം ഒരൊറ്റ കാര്യമുള്ളൂ. ഈ പറയുന്നതെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന ആളുകളെ പിടിക്കുന്നതും 1.63 കോടി ഗ്രാമും അതുപോലെ തന്നെ 7 ഗ്രാമും ഒക്കെ വെച്ച് അന്ന് വൈകുന്നേരം തന്നെ ജാമ്യം കൊടുത്തു വിടുന്നു എന്നുള്ളത് ലൈവായി നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. ചെറിയ ക്വാണ്ടിറ്റി ഒന്നും കയ്യിൽ വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പ്രപ്പഗാൻഡ കൂടിയാണോ ഈ മയക്കുമരുന്ന് ലോബികളുടെയൊക്കെ സഹായത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന സംശയം പോലും ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ എന്നുള്ള നിലക്കുണ്ട്. എൻ്റെ വിശ്വാസം ഇപ്പോഴും അതാണ്. അതുകൊണ്ടാണ് ഖാലിദ് റഹ്മാനെയും അതുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകളെയും ഒക്കെ പിടിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഖാലിദ് റഹ്മാനെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഖാലിദ് റഹ്മാൻ്റെ ആ ഫ്ലാറ്റ്, സമീർ താഹിറിൻ്റെ ഫ്ലാറ്റ് ഏതാണ്ട് ഒരു 6 മാസമായി നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് പിന്നീട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്ലാറ്റിൽ പോയി ഇവരെ കണ്ടുപിടിച്ചപ്പോൾ ഇവർ പറഞ്ഞു എന്താ ചെയ്യണമെന്ന് വെച്ചപ്പോൾ സിനിമയിൽ അഭിനയിക്കാമെന്ന് ചെറിയ പിള്ളേരാന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇവരുടെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവർ ഇത്ര വലിയ സംവിധായകരാണ്, ആലപ്പുഴ ജിംഖാനയുടെയൊക്കെ സംവിധായകരാണെന്ന് അറിയണത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇത് നേരത്തെ ഏറ്റവും ആദ്യം ഷിബിലി ചോദ്യത്തിന് ഞാൻ പറയുന്നു, ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഗവൺമെൻറ് വലിയ ആത്മാർത്ഥതയോടെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യുന്ന പണിയാണെന്ന്. അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ സപ്ലൈ കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കേരള പോലീസിലെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളോടും കേരള എക്സൈസിലെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായി വളരെ ലളിതമായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ആളുകളെ പോയി പിടിക്കും. ഇനി ഒരു വാചകം കൂടി പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു DGP കൊല്ലപ്പെട്ടു. ഭാര്യ തന്നെ കുത്തിക്കൊന്നതാണ് ചില വിഷയവുമായി ബന്ധപ്പെട്ട്. ആ DGPയുടെ പേരൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ആ DGP കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആസ്തി എന്ന് പറയപ്പെടുന്നത് എത്രയാണെന്നറിയാമോ? 1000 കോടിയാണ്. ഏതെങ്കിലും ബിസിനസ് ചെയ്തിട്ടല്ലേ ഇത്? 1000 കോടിയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്രയും പണമുണ്ടായത് എവിടെ നിന്നാണ്? കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥനെ ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചപ്പോൾ അവരുടെ കയ്യിലുണ്ടായത് എത്രയാണ്? കോടികളാണ്. ഒരു ദിവസം ആലുവയിൽ വെച്ചിട്ടൊരു ഫ്ലാറ്റ് എടുത്തിട്ട് ഒരാൾ പണം നിരത്തി വെച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. എങ്ങനെയാണ് ഈ കോടികൾ വരുന്നത്? എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ സമ്പന്നരാകുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതാണ്.